പലപ്പോഴും പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ ഞാൻ ഇത്രയും കമ്പനീസ് മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്രയും പ്രോജക്ട്സ് ഇത്രയും സ്റ്റാർട്ടപ്സ് ഞാൻ മാനേജ് ചെയ്യുന്നില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് ഏകദേശം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ആയിട്ടും LLP ആയിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഷിബിലി റഹ്മാൻ KP DIN എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി എൻ്റെ പേരിലുള്ള കമ്പനീസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എത്ര കമ്പനീസിലെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്, എത്ര കമ്പനീസിൽ പാർട്ട്നേഴ്സാണ്, ഷെയർ ഹോൾഡറാണ്, ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സോ ബേസിക്കലി നമ്മൾ കോബിൽഡ് ചെയ്തിട്ടുള്ള, അതായത് ഞാൻ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ളതും ഞാൻ കോബിൽഡ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള പ്രൊജക്ട്സുകളുണ്ട്. അതുപോലെ നമ്മൾ ഓൾറെഡി റണ്ണിങ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഷെയർ ഹോൾഡറായിട്ട് ജോയിൻ ചെയ്തിട്ടും അതല്ലാതെ ഡയറക്ടർ ബോർഡിൽ ജോയിൻ ചെയ്തിട്ടൊക്കെ പാർട്ണർ ചെയ്തിട്ടുള്ള ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അതുപോലെ ഞാൻ കൺസൾട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ മെന്റർ ചെയ്യുന്നതുമായിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല രീതിയിലുള്ള ഏരിയാസിൽ നിന്ന് വന്നിട്ടുള്ള, അതിപ്പോൾ സ്റ്റാർട്ടപ്പുകൾ മാത്രമല്ല കൺവെൻഷൻ മോഡൽ ബിസിനസ്, നോർമൽ ട്രഡീഷണൽ മോഡൽ ബിസിനസ്സുകളിലും ഞാൻ പാർട്ടായിട്ടുള്ള ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിലായിട്ട്, പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മലപ്പുറത്തുണ്ട്, കാലിക്കറ്റ് ഉണ്ട്, തിരൂർ മീൻസ് കൊച്ചിയിലുണ്ട്, ദുബായിലുണ്ട്, മൾട്ടിപ്പിൾ സ്ഥലത്തായിട്ട് സ്പ്രെഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ബിസിനസ്സസ് ആൻഡ് ഓൾസോ നമുക്ക് ക്ലയൻസും അസോസിയേറ്റഡ് വെഞ്ചേഴ്സും വേറെ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഇത്രയും ബിസിനസ്സുകൾ ഏകദേശം 20ൽ കൂടുതൽ പ്രൊജക്ട്സുകൾ ഒരേ സമയം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഞാൻ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് പലപ്പോഴും പല ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബിസിനസ്സിലെ കേസിലോട്ട് വരുന്ന സമയത്ത് ഞാൻ പോയിട്ട് തന്നെ എല്ലാ ബിസിനസ്സുകളും മാനേജ് ചെയ്യല്ല ചെയ്യുന്നത്. ഞാൻ ബേസിക്കലി ചെയ്യുന്നത് എന്താണ്, ഈ ബിസിനസ്സുകളെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ മാനേജ് ചെയ്യുന്നതല്ല. സോ ഞാൻ എങ്ങനെയാണ് സിസ്റ്റം ബിൽഡ് ചെയ്തത്, അല്ലെങ്കിൽ ആ സിസ്റ്റം എങ്ങനെ നിങ്ങൾക്കും വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ എന്താണ് സിസ്റ്റം, ഇതിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് 4 കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. സോ അതിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിസ്റ്റംസിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാന്നുള്ളതാണ്. പലപ്പോഴും ഇതിലുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദി മൾട്ടി വെഞ്ചർ ട്രാപ്പ് എന്നുള്ളതാണ്. നമുക്ക് കുറേ ബിസിനസ്സുകൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ മെയിൻ ബിസിനസ്സുകളിൽ നമുക്ക് ഫോക്കസ് പോവാം, അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാതിരിക്കാം. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ പലപ്പോഴായിട്ട് വരാറുണ്ട്. ഇത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് ട്രൈങ് ടു ബി എവരിവർ, ലൈക്ക് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന സിറ്റുവേഷൻസ് കാണാറുണ്ട്. പക്ഷേ എല്ലായിടത്തും എത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ എത്തിയാലും പ്രശ്നമാണെന്നുള്ളതാണ്. സോ അവിടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ മൺഡേയിൽ ഈ കമ്പനിയിലാണ്, ട്യൂസ്ഡേ ഈ കമ്പനിയിലാണ്, വെനസ്ഡേ കമ്പനിയിലാണ്, ഇതിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഞാൻ ഈക്വൽ ആയിട്ടുള്ള ഒരു അവൈലബിലിറ്റി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എൻ്റെ അവൈലബിലിറ്റി അവിടെ ഒരു പ്രശ്നമാവാം. അവിടെ കൂടുതലായിട്ട് ഞാൻ അവൈലബിൾ ആയ പ്രശ്നമായിരിക്കും, ചില സമയത്ത് ഞാൻ അവൈലബിൾ അല്ലെങ്കിൽ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അവിടെ റിക്വയർമെൻറ്റിനനുസരിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവർ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും പല വെഞ്ചേഴ്സിലും ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മളെ സപ്പോർട്ട് മാത്രമായിട്ടായിരിക്കും അത് റൺ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുക, നമ്മളില്ലെങ്കിൽ ആ കമ്പനി, നമ്മളില്ലെങ്കിൽ ആ ബിസിനസ് റൺ ആവാൻ സിറ്റുവേഷൻസ് വരെ ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടല്ല ശരിക്കും നമ്മളവിടെ ചെയ്യണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് അല്ല നമ്മളവിടെ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അവിടെയും നമ്മൾ അതിൻ്റെ സിസ്റ്റംസ്, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വേയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ ഇതിനകത്ത് നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ നമ്മളതിൽ ഫയർ ഫൈറ്റിൻ പോലെയാവും. എല്ലാ ദിവസവും നമ്മൾ ഫുൾ ഓട്ടം തന്നെയായിരിക്കും, എല്ലാ ബിസിനസ്സിലും കടന്ന് ഓടായിരിക്കും, അല്ലെങ്കിൽ എവിടെയും നമുക്ക് എത്താൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് വരുന്ന ബിസിനസ് സിസ്റ്റം അതിലുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം എന്നുള്ളതാണ്. സോ ആ ബിസിനസ് സിസ്റ്റം അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതും ആ സിസ്റ്റത്തെ നമ്മൾ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ബിസിനസ്സിനെ നമുക്ക് ഓഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. സോ അവിടെ നമ്മളുടെ ഒരു പ്രോപ്പർ സംഭവം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ആൻസർ നമ്മൾ ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് വരുമോ വരാതിരിക്കുമോ എന്നുള്ളതിൽ ആൻസർ നോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് നടത്തുകയല്ല ശരിക്കും ചെയ്യുന്നത്, യു ആർ ജസ്റ്റ് ബീയിങ് ബിസി എന്നുള്ളതാണ്. രണ്ടാമതായിട്ടൊരു പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ലീഡ് റിതം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലീഡ് ലെയർ എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഈ കമ്പനീസിലൊക്കെ നമ്മൾ തന്നെ മാനേജർ പൊസിഷനിൽ നിന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ CEO ആവുന്നു, CF ആവുന്നു, അല്ലെങ്കിൽ ആ ലെവലിൽ നിന്നിട്ട് നമ്മൾ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കരുത്. അവിടെ കൃത്യമായിട്ടുള്ള അതോറിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഓണർഷിപ്പ് എടുക്കാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ പേഴ്സൺസിനെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മാനേജ് ചെയ്യുന്നത് ആ ലീഡ്സിനെയാണ്. ആരാണ് അവിടെ ലീഡ് ചെയ്യുന്നത്, ആരാണ് ലീഡ് ചെയ്യുന്ന ആ സിസ്റ്റം മൊത്തം ലീഡ് ചെയ്യുന്ന പേഴ്സൺ, അയാളാണ് നമ്മളോടുള്ള പോയിന്റ് ഓഫ് കോൺടാക്ട് ആയിട്ട് ഉണ്ടാവേണ്ടത്. സോ ഈ മൾട്ടി വെഞ്ചർ നമ്മളിങ്ങനെ മാനേജ് ചെയ്യുന്ന സമയത്ത് ആരെയാണോ നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ആ പേഴ്സണാണ് ഒരു 80% അവിടുത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്ഡ് ആവുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. സോ നമുക്ക് അവിടെ നമ്മളുടെ 80% എഫേർട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആൻഡ് ഓൾസോ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ റിപ്പോർട്ട്സ് കൊടുക്കുക, എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഇതിൻ്റെ ആവശ്യം ബേസിക്കലി അവിടെ ഇല്ല. നമുക്ക് എല്ലാ ദിവസവും 11 AM റിപ്പോർട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എന്നുള്ളതല്ല സിസ്റ്റം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് പ്രോപ്പറായിട്ടുള്ള റെക്കമെൻഡേഷൻ, സ്ട്രക്ചർഡ് എസ്കലേഷൻസ് അത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ വീക്ക്ലി വൺസ് ഒരു മീറ്റിംഗ് ഇരുന്നാലും മതി. അത് തന്നെ എല്ലാ വീക്കിലും നിങ്ങൾ മീറ്റിംഗ് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പേഴ്സണലി അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, ഞാനതിൽ എത്രത്തോളം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട എൻ്റെ റിക്വയർമെൻറ്റ് വേണ്ട ഏരിയാസ് ഉണ്ട്. അത് പലപ്പോഴും പല സ്റ്റേജസിലായിട്ടായിരിക്കും. ഇപ്പോൾ ഒരു ഏർലി സ്റ്റേജസിൽ ചില കമ്പനീസിന് നമ്മൾ കൂടുതൽ അവൈലബിലിറ്റി എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അത് തന്നെ കുറച്ച് സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ മെല്ലെ അതിൽ നിന്ന് എന്ത് ചെയ്യണം, ആ അവൈലബിലിറ്റി കുറച്ച് കൊണ്ടുവരണം. പിന്നീട് അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വെഞ്ചറിലോട്ട് നോക്കുന്ന സമയത്ത് അവർ പുതിയ ഫേസിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ക്വാർട്ടർ പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, ഇത്തരത്തിലുള്ള വിഷൻ അലൈൻഡ് ആയിട്ട് ഓരോ കാര്യങ്ങളിൽ പിവോട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും കറക്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലൊക്കെയാണ് ശരിക്കും നമ്മുടെ റിക്വയർമെൻറ്റ്സ് നീഡി ആയിട്ടുള്ളത്. അതല്ലാത്ത സമയത്തും നമ്മൾ പോയിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പോയി കഴിഞ്ഞാൽ അതിൽ
എനിക്ക് ബേസിക്കലി അതിലുള്ള എൻ്റെ കോഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടർ ലെയറിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ഫ്രീ ഓഫ് മൈൻഡിൽ ബിസിനസ് ചെയ്യാനുള്ള ഫ്രീഡമാണ് ഞാൻ അവിടെ എന്ത് ചെയ്യുക ഒഴിവാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലാണ് ഞാൻ ഇടപെടാൻ എന്ന് പറയുന്നത്. അതൊരിക്കലും ഞാൻ ഇടപെടാൻ പാടില്ല. അത് ആ ബിസിനസ്സിനെയും അതിൻ്റെ കമ്പനിയുടെയും ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. സോ അത് അതിനെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു തിങ്കിങ് ടൈം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളൊക്കെ ഫയർ ഫൈറ്റിംഗ് ചെയ്ത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും ഓപ്പറേഷൻസിലും പല ഏരിയാസിലും നമ്മൾ ഫൈനാൻഷ്യലും സെയിൽസിലും മാർക്കറ്റിങ്ങിലൊക്കെ നമ്മൾ എക്സിക്യൂഷൻസിൽ വർക്ക് ചെയ്യാറുള്ള സമയത്ത് അവിടെ ഓടി നടന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്കിരുന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരു തോട്ട് പ്രോസസ്സ് നമുക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പലർക്കും അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ മുന്നേയും സംസാരിച്ചിട്ടുണ്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച്. അതായത് ഞാനൊരു ദിവസം 4 മീറ്റിംഗ് ബ്ലോക്സ് 4 വർക്ക് ബ്ലോക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അത് കൃത്യമായിട്ട് അതിന് ഓഡിറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ബാക്കിയുള്ള സമയത്ത് എൻ്റെ ബാക്കി അതർ പ്രയോറിറ്റീസ് അല്ലാത്ത മീറ്റിംഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ മീറ്റിംഗ്സുകൾ, ചെറിയ ചെറിയ അപ്രൂവൽസുകൾ, കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതിൽ ഞാൻ എപ്പോഴും ഒരു ലീസ്റ്റ് 1 hour സമയമെങ്കിലും ഏറ്റവും മിനിമം ഞാനൊരു ദിവസം മാറ്റി വെക്കും. എനിക്ക് ഒരു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാന്നുള്ള മീൻസ് ക്രിയേറ്റീവ് തിങ്കിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നതിലോട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നെക്സ്റ്റ് തിങ്സിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിലോട്ടാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അല്ലെങ്കിൽ പഠിക്കാനും അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാനും അത് മൈൻഡിൽ നിന്ന് കുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു ടൈം ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യും. പലപ്പോഴും പല ആളുകളും ഈ ഒരു ഡെഡിക്കേറ്റഡ് ടൈം കീപ്പ് ചെയ്യാറില്ല എന്നുള്ളതാണ്. ശരിക്കും നമ്മളൊരു 10 മണിക്കൂർ ഓടി നടന്ന് പണിയെടുക്കുന്നതിനെക്കാട്ടിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമാണ് ഈ ഒരു 1 hour നമ്മൾ മാറ്റി വെക്കുന്ന നമ്മുടെ ക്രീം ടൈം എന്ന് പറയുന്നത്. സോ ഈ ഒരു 1 hour നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. കാരണം ആ 1 hourൻ്റെ അകത്തായിരിക്കും നിങ്ങൾക്ക് 100 കമ്പനി ഉണ്ടെങ്കിൽ ആ 100 കമ്പനിക്കുള്ള സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ടാവും. ഇൻ ദ സെൻസ് അത്രയും ഡിസ്കഷൻസ്, അത്രയും തോട്ട് പ്രോസസ് നിങ്ങളുടെ മൈൻഡിലൂടെ ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവും ആ ഒരു ടൈമിലായിരിക്കും. ആൻഡ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് വൺ മെട്രിക്. അതായത് 10 KPIs അല്ല, ഒരു സിംഗിൾ നമ്പർ മാത്രം ഞാൻ നോക്കും. അത് ലൈക്ക് ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് അതിൽ എന്താണോ അറ്റ് പ്രസൻറ്റ് അതിൻ്റെ മൈൽ സ്റ്റോൺ, ഈ ക്വാർട്ടറിൽ നമ്മൾ മീറ്റ് ചെയ്യേണ്ട മൈൽ സ്റ്റോൺ എന്താണോ അതിൻ്റെ KPI എന്താണ്, ആ സിംഗിൾ KPIയിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സിംഗിൾ ഔട്ട്കമിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ വരുന്ന ചേഞ്ചസ് എന്താണ്, ഗ്രോത്ത് എന്താണ്, ആ ന്യൂമറിക്സിലായിരിക്കും ഞാൻ കൂടുതലും സംസാരിക്കുന്നുണ്ടാവുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ഫാസ്റ്റ് ഡിസിഷൻസ് എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് പ്രത്യേകിച്ച് ഏർലി സ്റ്റേജിലൊക്കെ റോങ് ഡിസിഷൻസ് എന്നുള്ളതിനെക്കാട്ടിലും ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളതാണ് സ്ലോ ഡിസിഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാതെ നമ്മളിങ്ങനെ ഡിലേ ചെയ്ത് പോകുന്നു. വെരി റീസെൻ്റ്ലി എൻ്റെ വൺ ഓഫ് ദ സബ്സിഡറി വെഞ്ചറിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പേഴ്സൺ, ആള് മൂവ് ചെയ്ത സമയത്ത്, ആൾ വേറൊരു പ്രൊഫഷനിലോട്ട് മൂവ് ചെയ്ത സമയത്ത് ആൾ ലിങ്ക്ഡിനിൽ നമ്മളെ കുറിച്ച് പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം തുടറപ്പാക്കലാം എന്നുള്ളതായിരുന്നു മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മെൻഷനിങ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തോന്നി. കാരണം അങ്ങനെ ഒരു ഡിസിഷൻ അങ്ങനെ ഒരു ആൾക്കത് പറയാനുണ്ടായ സംഭവം എന്ന് പറയുന്നത് ജസ്റ്റ് ഡൂ ഇറ്റ് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാറുള്ള സംഭവം. ലൈക്ക് എത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റുമോ, ആ സ്പീഡ് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, അതിന് റിസൾട്ട് അവിടെ ഔട്ട്കമ്മിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഡിസിഷൻ എടുത്ത് റോങ് ആയി പോകാം, പക്ഷേ കറക്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും അടുത്ത ഡിസിഷൻ പിവോട്ട് ചെയ്യാനുള്ള ഒരു സമയം അവിടെ കിട്ടും എന്നുള്ളതാണ്. കാരണം നമ്മൾ സ്പീഡായിട്ട് ഡിസിഷൻസ് എടുത്ത് പോയിട്ടുണ്ട്. നേരെ പക്ഷേ നമ്മൾ കുറേ ആലോചിച്ച് പെർഫെക്റ്റ് ആക്കി ഡിസിഷൻ എടുക്കാൻ വെയിറ്റ് ചെയ്തിട്ട് ഡിസിഷൻ എടുത്ത് റോങ് ആയി പോയാലോ നമുക്ക് ആ സമയവും പോയി, പിന്നെ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് അവിടെ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് വരും. സോ അവിടെ റോങ് ഡിസിഷൻസ് എന്നുള്ളതിനെക്കാട്ടിലും അല്ലെങ്കിൽ ഫാസ്റ്റ് ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. ആൻഡ് ഡിപ്പെൻഡൻസി കില്ല് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അടുത്ത വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. ലൈക്ക് ഒരു പ്രോസസ്സ് ഫംഗ്ഷൻ ചെയ്യാൻ എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതൊരു പ്രോസസ്സ് അല്ല, ബേസിക്കലി അതൊരു ഡിപ്പെൻഡൻസിയാണ്. ഐ റിമൂവ് മൈ സെൽഫ് ഫ്രം എവറി പ്രോസസ്സ്. അതായത് ഈ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട് ഞാനാണ് അതിൻ്റെ സംഗതി ചെയ്യുന്നത്, അവിടെ ആക്ടിവിറ്റിയിൽ ഓറിയൻറ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ബേസിക്കലി എന്ത് ചെയ്യില്ല, എൻ്റെ അവൈലബിലിറ്റി മെൻഷൻ എത്താതെ ആ പ്രോസസ്സ് അവിടെ സ്റ്റക്കായി നിൽക്കും. അങ്ങനെ പ്രോസസ്സിൽ ഡിപ്പെൻഡൻസി നമ്മളിൽ വെക്കരുത് എന്നുള്ളതാണ്. ആ ഡിപ്പെൻഡൻസി നമ്മൾ കില്ല് ചെയ്യണം. ഞാനില്ലെങ്കിലും ആ പ്രോസസ്സ് എന്ത് ചെയ്യണം, അവിടെ നടക്കണം എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. സോ ഈ ഒരു ഏരിയാസിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ മൾട്ടിപ്പിൾ കമ്പനീസ് അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ സിംഗിൾ കമ്പനിയിൽ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ആൻഡ് ഇതിന് വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടി വെഞ്ചർ എന്ന് പറയുന്നത് കൊണ്ട് കൂടുതൽ പണിയെടുക്കലല്ല. നമ്മൾ കുറേ ബിസിനസ് തുടങ്ങിയെന്ന് വെച്ചിട്ട് കുറേ പണിയെടുക്കുക എന്നുള്ളതല്ല. നമ്മൾ പണി ഓർക്കാൻ നമുക്ക് പറ്റണം. നിങ്ങൾക്ക് മാത്രം എടുക്കാൻ കഴിയുന്ന ഡിസിഷൻസിൽ ഫോക്കസ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യലാണ്. അതായത് ഞാനിപ്പോൾ പേഴ്സണലി ചെയ്തിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പോൾ നമ്മൾ റാക്കിലോട്ട് നോക്കുന്ന സമയത്തൊക്കെ നമ്മളൊരു സിസ്റ്റമാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് അല്ലെങ്കിൽ വി ആർ നോട്ട് ഡൂയിങ് എനി മോർ ലൈക്ക് ബിൽഡിംഗ് ബിസിനസ്സസ്. നമ്മൾ ഡയറക്റ്റ്ലി ബിസിനസ്സസ് അല്ല ബിൽഡ് ചെയ്യുന്നത്, നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള സിസ്റ്റംസ് ആണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സിസ്റ്റംസ് ആണ് ബിസിനസ്സുകൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും. സോ ആ സിസ്റ്റത്തെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും ഒക്കെ.
സോ ആ സിസ്റ്റമാണ് ഇവിടെ റെലവൻ്റ് ആയിട്ട് നിൽക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കും ഓരോരുത്തർക്കും നമ്മളുടെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. അതിന് കൃത്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും നമുക്കുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് വലിയ നമ്പേഴ്സിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ടുള്ള പീപ്പിൾ ഉണ്ട്, കൃത്യമായിട്ടുള്ള പ്രോസസ്സുകളുണ്ട്, കൃത്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സുകളുണ്ട്, ഫൗണ്ടേഴ്സ് ഓഫീസ് സിസ്റ്റം ഉണ്ട്. അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സും ഹെറാർക്കിയും മെയിൻറ്റെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്രോത്ത് മാനേജേഴ്സ് വരുന്നുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഇൻഹൗസ് സ്റ്റാഫുകളുണ്ട്. അവരൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എത്ര നമ്പർ ഓഫ് ബിസിനസ്സുകൾ സ്കെയിൽ ചെയ്യുന്നതിനനുസരിച്ചും ഈ സിസ്റ്റം എന്ത് ചെയ്താൽ മതി, എനിക്ക് സ്കെയിൽ ചെയ്താൽ മതി, എൻ്റെ അവൈലബിലിറ്റി ഞാൻ സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. സോ ഇതുപോലെ തന്നെയാണ് നിങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ബിസിനസ്സുകളെയും മാനേജ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. സോ നിങ്ങൾ മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ അധിക സമയം മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നിലവിലുള്ള ബിസിനസ്സുകളെ കില്ല് ചെയ്തിട്ടായിരിക്കരുത് പുതിയ ബിസിനസ്സിലോട്ട് പോകരുത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓവർഫിൽഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോക്കസ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റീവ് ഔട്ട്കംസ് കൊണ്ടുവരുന്നതിൽ ചാലഞ്ചസ് ഉണ്ടാവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അവൈലബിലിറ്റി പ്രയോറിറ്റി ആയിട്ട് കിട്ടേണ്ട ഏരിയാസിൽ കൊടുക്കുക. അല്ലാത്ത സമയത്ത് നിങ്ങൾ കുറച്ച് കൊണ്ടുവരിക. എപ്പോഴും നമ്മളുടെ അവൈലബിലിറ്റി പ്രോസസ്സുകളിൽ നിന്ന് ഒഴിവാക്കി എങ്ങനെ അത് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനെയും നിങ്ങളുടെ മൾട്ടിപ്പിൾ ബിസിനസ്സുകളെയും ബിസിനസ്സിലെ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം.